ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ജി എമ്മിൻ്റെ ഒരു സിംഗിൾ വേ സ്വിച്ച് അല്ലെങ്കിൽ വൺ വേ സ്വിച്ച് എന്ന് പറയുന്ന സ്വിച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് ബെൽറ്റ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു സ്റ്റഡി നടത്താം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് അഴിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണ് എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ഇപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ക്യാപ്പ് എന്ന് പറയുന്ന ഭാഗം അഴിച്ച് അതിൻ്റെ കോണ്ടാക്റ്റുകൾ നമ്മൾ കാണുകയാണ്. വാസ്തവത്തിൽ ഈ കോണ്ടാക്റ്റുകൾ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ആ കോണ്ടാക്റ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത്. ആ ഭാഗം അതിൻ്റെ ബാക്ക് ക്യാപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കോണ്ടാക്റ്റുകളാണുള്ളത്. ഒന്ന് ഇതിൻ്റെ ത്രോ എന്ന് പറയുന്ന ഭാഗവും ഒന്ന് ഇതിൻ്റെ കോണ്ടാക്റ്റ് പോയിൻറ്റും. ഇതുകൂടാതെ അടുത്ത സെക്ഷനാണ് ഈ കാണുന്ന ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ഭാഗങ്ങൾ. ഇതിനകത്ത് ഒരു ചെറിയ കോണ്ടാക്റ്റ് ഉണ്ട്. ഈ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നേരെ കാണുന്നത് കണ്ടില്ല, ആ ചെറിയ പിച്ചള രീതിയിൽ കാണുന്നതാണ് അതിൻ്റെ ആ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അതും നല്ല ബിൽറ്റ് ക്വാളിറ്റിയുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ സ്വിച്ചിൻ്റെ പ്രവർത്തനവും ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മെറ്റീരിയലുകളുമൊക്കെ തന്നെ നല്ല രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒന്ന് അഴിച്ചു നോക്കാം. ഇത് അഴിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ടോപ്പ് നമ്മുടെ എക്സ്പോസ്ഡ് പാർട്ടാണ് വെള്ളയായിട്ട് കണ്ടത്. ഇതിൻ്റെ ഭാഗത്തായിട്ട് അതിൻ്റെ അടിയിലായിട്ട് കാണുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ അകത്തെ ഭാഗം, കൺസീൽഡ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സ്വിച്ചിൻ്റെ വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു കോണ്ടാക്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് താഴെ കാണുന്ന ഒരു ചെറിയ പിച്ചള. അത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് അതിൻ്റെ ത്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം. ആ സ്പ്രിങ് പോലെയുള്ള ഭാഗം നല്ല ക്വാളിറ്റിയുണ്ട്, നല്ല പ്രസ്സിങ് ക്വാളിറ്റിയുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം പ്രസ്സായിരുന്നാലും മാത്രമേ അത് വർക്കൗട്ട് ആകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ള കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്നെസ് ഉണ്ട്, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. മാത്രമല്ല നല്ല ക്വാളിറ്റിയിൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് കണ്ടിട്ട് തന്നെ. ഇത് മാത്രമല്ല ഇതിൻ്റെ ആ കോണ്ടാക്റ്റിൻ്റെ പോയിൻറ്റും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ തിക്നെസ് അളക്കാൻ നേരത്ത് ഈ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ എത്ര തിക്നെസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തിക്നെസ് നമുക്കൊന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് നേരെ ഈ പറയുന്ന കോണ്ടാക്റ്റ് ഒന്ന് വെച്ച് നോക്കുക. വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 0.4 mm തിക്നെസ്സാണ് ഇതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ മൊത്തമായിട്ടുള്ള വലിപ്പം എന്ന് പറയുന്നത്. ഈ കോണ്ടാക്റ്റിൻ്റെ ഭാഗത്തിൻ്റെ തുമ്പത്തായിട്ടാണ് ഇതിൻ്റെ കോണ്ടാക്റ്റ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് പോയിൻറ്റിന് എത്ര തിക്നെസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അത് നമുക്ക് 2.1 mm തിക്നെസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോണ്ടാക്റ്റുകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല അതിൻ്റെ ആവശ്യമുള്ള തിക്നെസ് എല്ലാം തന്നെ അതിന് ഉണ്ട് എന്നുള്ളതും നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2.1 mm തിക്നെസ് ഉണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഭാഗത്തിന് മുഴുവനും 0.4 mm തിക്നെസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗമാണ് ഇതിൻ്റെ എക്സ്പോസ്ഡ് പാർട്ടായിട്ടുള്ള വൈറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 0.6 mm തിക്നെസ് ആണുള്ളത്. ആ 6 mm തിക്നെസ് എന്ന് പറയുന്നത് അത്ര മോശമുള്ള കാര്യമല്ല. കാര്യം എന്നൊരു മീഡിയത്തിന് മുകളിലുള്ള ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾക്ക് സാധാരണയായിട്ട് കാണിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെതാണ്. ഇതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ തൊട്ട് ഭാഗത്ത് താഴെയായിട്ടുള്ള അതിൻ്റെ ബാക്ക് ക്യാപ്പിന് ശരിക്കും പറഞ്ഞാൽ 1.2 mm തിക്നെസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റിയിൽ തന്നെ ബിൽറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത്രയും തിക്നെസ്സിൽ ആ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ബാക്ക് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ശരിക്കുമുള്ള നമ്മൾ കണക്റ്റേഴ്സ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ ഭാഗങ്ങളാണെങ്കിലും അതിൻ്റെ ഹെഡാണെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ പറയുന്ന കണക്ഷൻ പോയിൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ത്രോ പോയിൻ്റ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് നല്ല ക്ലിയറാണ്. ഇത് തന്നെയാണ് അതിൻ്റെ സെൻറ്റർ ഹെഡ് എന്ന് പറയുന്നത്. ആ സെൻറ്റർ സ്റ്റഡ് എന്ന് പറയുന്ന ഭാഗവും നമുക്കൊന്ന് വളരെ ക്ലിയറാണ്. ഈ ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയറായിട്ടും നല്ല വൃത്തിയായിട്ടും തന്നെ മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാപ്പ് ഭാഗം, ഇതിൻ്റെ ത്രോ ക്യാപ്പ് ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0.7 mm തിക്നെസ് ആയിട്ട് നല്ല രീതിയിൽ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ത്രോ ഭാഗത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതിനും 0.7 to 9 mm 9 mm തന്നെയാണ് അതിൻ്റെ 0.9 mm ആണ്. 0.9 mm അതിൻ്റെ തിക്നെസ് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലോണം ബിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പറയുന്ന സ്പ്രിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. സ്പ്രിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ശരിക്കും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല ത്രോ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല സ്പ്രിങ് ക്വാളിറ്റിയിലും അതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്പ്രിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കോണ്ടാക്റ്റ് ശരിക്കും പോയി അവിടെ അടുത്ത് നല്ല രീതിയിൽ ആർക്കൊന്നുമില്ല അത് നല്ല ക്ലിയർ ആയിട്ട് പോയി അവിടെ ഇരിക്കുന്ന എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ്.
അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളെല്ലാം തിരിച്ച് നമുക്ക് ഇതേപോലെ അഴിച്ച പോലെ തന്നെ നമുക്ക് തിരിച്ച് റീസെറ്റ് ചെയ്യാം. ആദ്യത്തെ ഭാഗമായിട്ട് നമ്മൾ കോൺടാക്റ്റ് പോയിൻ്റ് അതിനകത്തോട്ട് ഇട്ടു. കോൺടാക്റ്റ് പോയിൻ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ത്രോ ഭാഗമായിട്ടുള്ള അകത്തെ ഭാഗം അത് നമ്മൾ കണക്ട് ചെയ്തു. സ്പ്രിങ് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കയ്യിലുള്ള എക്സ്പോസ്ഡ് പാർട്ടായിട്ടുള്ള വൈറ്റ് പാർട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്യാപ്പ് ചെയ്യാം. ഇങ്ങനെ ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലോക്ക് ആയതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അങ്ങനെ ക്യാപ്പ് ചെയ്ത് വെച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പാർട്ടായിട്ടുള്ള നമ്മളുടെ ബാക്ക് ക്യാപ്പ് ഭാഗത്തിനകത്തുള്ള കോണ്ടാക്റ്റുകൾ രണ്ടും പ്ലേസ് ചെയ്യണം. കോണ്ടാക്റ്റ് രണ്ടും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആദ്യത്തെ ഭാഗം ആദ്യം പ്ലേസ് ചെയ്യുന്നു. അതുകൂടാതെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സെൻറ്റർ പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു സെൻറ്റർ പാർട്ടും കൂടെ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഈ നമ്മുടെ ഭാഗത്തിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പ്ലേസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കെല്ലാം നല്ല രീതിയിൽ വീണിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം, ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GMൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ നല്ല ബിൽറ്റ് ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എബവ് ആവറേജ് എന്ന് പറയുന്നൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ GMൻ്റെ സ്വിച്ചിനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും ഏകദേശം എല്ലാം തന്നെ നല്ല രീതിയിൽ അവർ മെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിന് ഒരു എബവ് ആവറേജ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.